ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെയിൻസ് ലെവലിലുള്ള ഒരു പേപ്പറാണ്. പക്ഷേ നമുക്ക് പഠിക്കേണ്ട പോർഷൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു അതിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ല നല്ല ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് മുൻപ് ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അധികം ആരും ഡിസ്കസ് ചെയ്ത് കാണാത്ത വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, നല്ല നല്ല കിഡിലൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ചോദ്യ പേപ്പറുകളാണ് ഞാൻ സെലക്റ്റീവ് ആയിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളുടെ കൂടിയും അഡീഷണൽ ഫാക്ട്സ് നമ്മൾ പറയുന്നുണ്ട്. ഇത് അടുത്തൊരു എക്സാമിന് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇത്രയും ടഫ് ആയിട്ടുള്ള പേപ്പറുകളുടെ ഒന്നും നിങ്ങൾക്ക് അധികം മെയിൻസിന്റെ ഒക്കെ പേപ്പറുകൾ അധികം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കണമെന്നില്ല. സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്പീഡിന്റെ ഇഷ്യൂ തോന്നുകയാണെങ്കിൽ യൂട്യൂബിന്റെ സൈഡ് സെറ്റിംഗ്സിൽ പ്ലേബാക്ക് സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് കണ്ടുപോകുന്ന സമയം നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്നൊരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കേരള ഗവർണൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ, അതിപ്പോൾ നിങ്ങൾ സ്പെസിഫിക് സ്കീമിന്റെ ക്വസ്റ്റൻ കാണുകയാണെങ്കിൽ ആ സ്കീം എഴുതി വെക്കാം. അതുപോലെ സിവിൽ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ കാണുകയാണെങ്കിൽ ആ സിവിൽ സർവീസ് ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം. ഇലക്ഷൻ കമ്മീഷൻ കാണുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ ഓരോ ടോപ്പിക്സ് നിങ്ങൾ എഴുതി വെച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്സ്. ഇപ്പോഴേ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഇതാണ്. മാത്രമല്ല എക്സാം ടൈമിൽ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സും ഇതാണ്. ഇപ്പോഴേ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഈ പറയുന്ന കുറേ അധികം ടോപ്പിക്സിൽ ചിലതൊക്കെ ഇയർ ഉണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ആർട്ടിക്കിൾസ് ഉണ്ട്, കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഓർമ്മ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 or 3 ടൈംസ് വായിച്ചു പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. എക്സാം ടൈം ആകുമ്പോൾ വൺസ് മോർ റിവൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്കും ലഭിക്കുകയുള്ളൂ. ഓക്കെ, നല്ല കൃത്യമായിട്ട് പഠിച്ചാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അടുത്തൊരു പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കും. അതിൽ ലിസ്റ്റിൽ ഇടം നേടാനും സാധിക്കും. അത് നല്ല റാങ്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിലബസ് അനുസരിച്ച് പഠിക്കുകയും ചെയ്യണം. നന്നായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചു പോകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാതെ നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലോട്ട് കിടക്കാം. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയായത്? തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 6 വർഷത്തെ കാലാവധിയോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ഏതാണ് നേരത്തെയുള്ളത്? ഇത് തെറ്റാണ്. 6 വർഷം എന്നുള്ളത് ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷെ 62 വയസ്സല്ല, 65 വയസ്സാണ്. ഓക്കെ, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കാര്യം പറയുന്നത് എങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ 5 years ഓർ 65 years ഓഫ് ഏജ് എന്നുള്ളതാണ്. ഓക്കെ, വർഷത്തിൽ ഒരു ചെറിയ വ്യത്യാസം. പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്. അത് ശരിയായിട്ടുള്ളതാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും തുല്യ അധികാരവും തുല്യ ശമ്പളവും ലഭിക്കും. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ശരിയായതാണ് വേണ്ടത്. അത് 2, 3 എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പഠിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്. ഓക്കെ, 1950 ജാനുവരി 25-നാണ് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ആ സമയത്ത് വന്ന സമയത്ത് അത് എന്തായിരുന്നു? ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു. പിന്നീട് അത് മാറി. ഇപ്പോൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണുള്ളത്. അത് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്. പക്ഷേ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. ആ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മുന്നത്തെ വർഷങ്ങളിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. കാരണം ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചീഫ് ജസ്റ്റിസിനെ ഇപ്പോൾ മാറ്റി പകരം ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് ഈ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. ഇവരെ നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് ഇവർ സമർപ്പിക്കേണ്ടതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി എങ്ങനെയാണ് ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്? അതിന്റെ നടപടിക്രമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കുന്നത് അതേപടി തന്നെയാണ് നീക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ, അതിന്റെ ആസ്ഥാനം നിർവചൻ സദനാണ്, ഡൽഹി. അപ്പൊ നമ്മൾ അസോസിയേറ്റഡ് ഫാക്ട്സ് പറയുന്ന കൂട്ടത്തിൽ കുറച്ച് ഞങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് ഒരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടിപ്പം എന്ത് ബുക്കാണ് നിങ്ങൾ നോക്കുന്നത്? ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റിയുടെ ബുക്ക് ലക്ഷ്മികാന്തിന്റെ ബുക്കാണ് നോക്കുന്നതെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത് നമുക്കറിയാം. ഇതിൽ
രാഷ്ട്രപതി, പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കോ കേൾക്കുക? അല്ല, അത് സുപ്രീം കോടതി ആയിരിക്കും കേൾക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ MLA, മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ MP, മെമ്പർ ഓഫ് പാർലമെന്റ്. ഓക്കെ, ഇവരുടെ ഈ ഒരു രണ്ട് വിഭാഗത്തിന്റെയും തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കോ? അല്ല, അത് ഹൈക്കോടതി ആയിരിക്കും തർക്കങ്ങൾ പരിഹരിക്കുന്നത്. ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, ജ്ഞാനേഷ് കുമാർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്കറിയാവുന്നതാണ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ പറയണം, 326. കാരണം ഇതിന്റെ ഒപ്പം പറയാൻ കാരണം 324 മുതൽ 29 വരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതിന്റെ ഇടയിൽ 326 എന്ത്? ഈ സാർവത്രിക യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി വെച്ചേക്കുക, കാരണം ഇപ്പൊ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സ്ഥിരം കാണുന്ന ഒരു ചോദ്യമാണ് ഈ VVPAT ആണല്ലോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അതായത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് 2013 നാഗാലാൻഡിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. നോക്സൺ എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. ഇനി ഇത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ആദ്യം ചെയ്തത് ഗോവയാണ്. ഇത് ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് പറയുന്നത്. കേരളത്തിൽ ഇത് 2016 ഉപയോഗിച്ചത്, അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നടന്നത് ആദ്യം എവിടെ എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് നോട്ട എന്ന് പറയുന്നത് നമുക്കറിയാം, നൺ ഓഫ് ദി എബവ് എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിലാണെന്ന് മനസ്സിലാക്കുക. ഏത് രാജ്യമാണ് ഇത് ആദ്യം നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. അപ്പൊ ഇത് കുറച്ചും കൂടെ എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് വരുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതിപ്പോൾ ഒരു ചോദ്യം ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതുകൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യണമല്ലോ. ഓക്കെ, ഇനിയും ധാരാളം ചോദ്യ പേപ്പറുകൾ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ചോദ്യം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG നെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റിൽ വരുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ, CAG എന്നൊക്കെ പറയുന്നത്. കാരണം CAG ഒക്കെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയണം CAG നെ കുറിച്ച്, എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റുള്ളൂ. അതേ കാരണത്താൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ CAG നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യാൻ കഴിയുന്ന അതേ രീതിയിൽ. ഇപ്പോൾ ഫസ്റ്റത്തെ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? CAG നെ സംബന്ധിച്ച് CAG നെ നീക്കം ചെയ്യാൻ പ്രസിഡന്റിനെ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ശരിയാണ്, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ രീതിയിൽ കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു? പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഇവിടെ പ്രസിഡന്റിന് പകരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ കൃത്യമായിട്ട് വായിക്കണം. ഒരു ഭാഗം ശരിയായിരിക്കും, മറ്റേ ഭാഗം ചിലപ്പോൾ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ആണ് ഇവിടെ വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടി അല്ലെ? ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അതായത് ഇപ്പൊ നമ്മളുടെ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ബാക്കിയുള്ള കൂടെ ഒന്ന് നോക്കാം. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. അത് സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി CAG ഓഫീസ് വഹിക്കുന്നത് 6 വർഷത്തെ കാലയളവിലേക്കോ 65 വയസ്സ് വരെയോ എന്നത് ഏതാണോ മുൻപ് വരുന്നത് അത് കറക്റ്റ് ആണ്. 6 or 65 years of age like that of the Election Commissioner and Election Commissioners of India. Then യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും ആകസ്മിക ഫണ്ടുകളിൽ നിന്നും പൊതു അക്കൗണ്ടുകളിൽ നിന്നുമുള്ള എല്ലാ ചെലവുകളും CAG ഓഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശരിയാണ്. ഗവൺമെന്റ് കമ്പനികളുടെ വരവ് ചെലവുകളെ സംബന്ധിച്ച് CAG ഓഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെയാണെങ്കിൽ CAG-യുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർട്ടിക്കിളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. 148 മുതൽ 151 വരെയാണ് CAG നെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഈ 148 പറയുന്നത് ഇന്ത്യക്ക് ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ട് അതിലായിരിക്കുമല്ലോ ആദ്യം പറയാം. അങ്ങനെയാണെങ്കിൽ 149 എന്താ പറയുന്നത്? CAG-യുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദി CAG ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ 151 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്, അതായത് CAG ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 151 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കായിരിക്കും? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. രാഷ്ട്രപതി എന്ത് ചെയ്യും? ഇത് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ വയ്ക്കും. സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് CAG ഗവർണർക്കായിരിക്കും വയ്ക്കുക. ഗവർണർ അത് എന്ത് ചെയ്യും? ഗവൺമെന്റിന് മുമ്പാകെ, സംസ്ഥാന ഗവൺമെന്റിന് മുൻപാകെ വയ്ക്കും. ഇപ്പോഴത്തെ CAG 15th CAG ഓഫ് ഇന്ത്യ ആരാണ്? ശ്രീ K. സഞ്ജയ് മൂർത്തിയാണ്. ഓക്കെ, K. സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോഴത്തെ CAG എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ദ്രൗപദി മുർമുവാണ്. 15th CAG ഓഫ് ഇന്ത്യ ആരാണ്? ശ്രീ കെ സഞ്ജയ് മൂർത്തിയാണ്. 16th ഫിനാൻസ് കമ്മീഷനാണ് നമുക്ക് ഉള്ളത്, ഹെഡഡ് ബൈ അരവിന്ദ് പനഗരിയ. ഓക്കെ, അടുത്ത ചോദ്യം, നിയമം അല്ലെങ്കിൽ സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബെഞ്ച് കണ്ടെത്തിയതിനാൽ 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നിയമം അല്ലെങ്കിൽ പദ്ധതി. ഇത് റീസെന്റ് ആയിട്ട് നടന്ന കുറേയധികം എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പലതവണ ഞാനത് ചോദിച്ചു കണ്ടു, പല രീതിയിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഏതോ ഒരു നിയമം അല്ലെങ്കിൽ സ്കീം അത് എന്താണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ബെഞ്ച് കണ്ടെത്തിയതിനാൽ 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി എന്ത് ചെയ്തു? അത് റദ്ദാക്കി. ഓക്കെ, ആ പദ്ധതി എന്ന് പറയുന്നത് 2017-18 കേന്ദ്ര ബജറ്റിൽ 2017 ധനകാര്യ ബില്ലിൽ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. ഇലക്ട്രൽ ബോണ്ട് ആണെന്നെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? അപ്പോൾ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്വതേ ഇപ്പോൾ NHRC SHRC ഒക്കെ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് പഠിച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് അത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, സ്റ്റാറ്റ്യൂട്ടറി ആണ്, ഇനി അതിൽ എത്ര അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ കാലാവധി, ഇതൊക്കെ നമ്മൾ നോക്കി വെക്കും. പക്ഷേ അവർക്ക് എന്തിനുള്ള അധികാരമാണുള്ളത് എന്നുള്ളതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് കൂടുതലും ഈ പറയുന്ന NHRC SHRC SC ST ഇതിലൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് വെച്ചിട്ടാണ് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഇതും അങ്ങനത്തെ ഒരെണ്ണമാണ്. മനുഷ്യാവകാശ ലംഘനം നടന്ന് 1 വർഷത്തിന് ശേഷം കമ്മീഷന് അന്വേഷിക്കാൻ കഴിയില്ല. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ, അതായത് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ട് 1 വർഷത്തിന് ശേഷം കമ്മീഷന് പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ കമ്മീഷനിൽ പറയുന്നത് 20 വർഷം മുൻപ് വരെയുള്ളതേ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് അന്വേഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇതെപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. ഓക്കെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ദെൻ ഗവർണർ നിയമിച്ചാലും കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. ശരിയാണ്. ഇതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, പക്ഷെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെയാണ് കേരള PSC എങ്ങനെ തന്നെയാണ്? അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, പക്ഷെ റിമൂവ് ചെയ്യാൻ പ്രസിഡന്റിന് മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത നോക്കാം, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ കമ്മീഷൻ അധികാരമില്ല. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇൻ ടോട്ടൽ ഓൾ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല എറണാകുളമാണ്. തെറ്റാണ്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ട്രിവാൻഡ്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് ഏതാണ്? കൂടുതൽ എവിടെയാണെങ്കിൽ കുറവ് ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് തെറ്റായതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും പോയി. ഇനി മലപ്പുറം ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ലയാണ് കണ്ണൂർ. അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്കുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓക്കെ, അപ്പോൾ ഇതിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് തിരുവനന്തപുരമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് അപ്പോൾ നമ്മൾ കോട്ടയം എന്നൊക്കെ ആയിരിക്കും റാങ്ക് ഫയലിൽ കാണുക, പക്ഷെ വെബ്സൈറ്റിൽ കിടക്കുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് പത്തനംതിട്ടയ്ക്കും കുറവ് പാലക്കാടുമാണ് കാണുന്നത്. അപ്പൊ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കൂട്ടത്. ദെൻ അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് തെറ്റുമ്പോൾ നമുക്ക് ശരിയല്ല എന്നുള്ളത് ഓൾറെഡി കിടക്കുന്നുണ്ട്, ഒന്ന് മാത്രം എന്നുള്ളത് ശരിയാണെന്നുള്ളത് വരില്ല. ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് ഇടുക്കിയിലാണ്, അതും തെറ്റാണ്. ദെൻ കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 86%, അത് തെറ്റാണ്. എന്തായാലും 90-ന് മുകളിലാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. അപ്പോൾ 96.2% ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ വയോമിത്രം പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ഇതാണ് ശരി. അപ്പൊ നമ്മൾ ഓരോ ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അതിലുണ്ടാവും. നമുക്ക് എന്തിനെ കുറിച്ചാണ് അതെന്നുള്ളത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്, ഏത് ഏരിയാസിലാണ് അത് നടപ്പിലാക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വയോമിത്രം തന്നെ കുറേയധികം ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് മനസ്സിലാക്കി ഈ ഏരിയാസ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന 70 വയസ്സിന് മുകളിലുള്ള പ്രായമായവരെ ഇത് പരിപാലിക്കുന്നു. 70 വയസ്സല്ല കേട്ടോ, 65 വയസ്സിന് മുകളിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോയി, അത് പോയി. പദ്ധതി 2017 പ്രവർത്തനം ആരംഭിച്ചു. അത് ശരിയാണോ? അല്ല, പദ്ധതി ആരംഭിച്ചത് 2010-11 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഈ പറയുന്ന പദ്ധതി കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന
65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇത് സൗജന്യ സേവനങ്ങൾ വരുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിലാണ് കേട്ടോ വരുന്നത്. പദ്ധതിക്ക് കീഴിൽ സേവനങ്ങൾ ലഭിക്കുന്നതിന് സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നുമില്ല. അത് ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് 3 മാത്രം എന്നുള്ളതാണ്. ഓക്കെ, ഭിന്നശേഷിയുള്ളവർക്കായി സർക്കാർ നടത്തുന്ന പദ്ധതി ഏതാണ്? അത് പരിരക്ഷയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ സ്വാശ്രയ, മന്ദഹാസം, സമന്വയം ഒക്കെ നോക്കണം. അപ്പോൾ ഈ പരിരക്ഷ ആക്ച്വലി സാമൂഹ്യനീതി വകുപ്പാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഈ സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത് ഈ BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, അവരുടെ കുട്ടികൾ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ 35,000 രൂപ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നോണം. അതാണ് സ്വാശ്രയ എന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാം. BPL കാറ്റഗറിയിൽ തന്നെ എസ്പെഷ്യലി എടുത്ത് പറയുന്നുണ്ട്. ദെൻ മന്ദഹാസം നിങ്ങൾക്ക് സ്ഥിരം കേട്ടിട്ടുണ്ട്. മന്ദഹാസം കൃത്രിമ ദന്തസെറ്റ് വെച്ചു കൊടുക്കുന്നതാണ് അല്ലെ. അതിനൊരു ക്രൈറ്റീരിയൻ ഉണ്ട് കേട്ടോ. ഈ BPL വിഭാഗത്തിൽപ്പെട്ട 60 അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലോ ഉള്ള മുതിർന്ന പൗരന്മാർക്കായിരിക്കും ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സമന്വയ എന്ന് പറയുന്നത് ആക്ച്വലി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിൽ അവർക്ക് മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത്. അത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, കോഴിക്കോട് കോർപ്പറേഷനും ഒരു സമന്വയ എന്ന് പറയുന്ന ഒരു പദ്ധതി കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന, അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ പടിവാതിൽക്കൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ തുടങ്ങിയേക്കുന്ന ഒരു സംഭവമാണ് സമന്വയ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇപ്പൊ മെയിൻ ആയിട്ട് ഈ പറയുന്ന സമന്വയ എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സമന്വയ പദ്ധതി കേരള സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ആപ്പിന്റെ പേരെന്ത് എന്നുള്ളതാണ്. അത് ശൈലി ആപ്പാണ് കേട്ടോ. ഈ ശൈലി ആപ്പ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് ആശാപ്രവർത്തകർക്കായിട്ട് കേരള സംസ്ഥാന ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ പുറത്തിറക്കിയ ഒരു സൗജന്യ ആപ്പാണിത്. ഓക്കെ, അപ്പോൾ വീടുകളിലെത്തി എന്ത് ചെയ്യും, ജീവിതശൈലി രോഗങ്ങളൊക്കെ കണ്ടെത്തി അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു സമഗ്ര സർവേക്കാണ് ഈ പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച ശൈലി 2.0 ആപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2.0 ആപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സംസ്ഥാനത്തെ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും സ്ക്രീൻ ചെയ്യുക എന്നതാണ് 2ാം ഘട്ടത്തിന്റെ ലക്ഷ്യം. നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇങ്ങനെ 30 വയസ്സിന് മുകളിലുള്ളവരുടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 2ാം ഘട്ടത്തിൽ കുഷ്ഠരോഗം, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ സ്ക്രീനിങ്ങും നടത്തും. ഓക്കെ, ഇത് ശൈലി ആപ്പിന്റെ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ആപ്പ് ഉണ്ട്, സിറ്റിസൺ ആപ്പ്. ഓക്കെ, സിറ്റിസൺ ആപ്പ് എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജമായിട്ടുള്ള, അതായത് ഫേക്ക് ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ ചികിത്സാ വിവരങ്ങൾക്ക് പരിഹാരമായിട്ട് ആധികാരിക ആരോഗ്യ വിവരങ്ങളോടുകൂടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് സിറ്റിസൺ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രോഗലക്ഷണങ്ങൾ, ചികിത്സാ മാർഗം, ചികിത്സ ലഭിക്കുന്ന സ്ഥലങ്ങൾ എന്നിങ്ങനെ സമഗ്ര വിവരങ്ങളുണ്ട്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ളതൊന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സിറ്റിസൺസിന് വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് സിറ്റിസൺ ആപ്പ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കും. അടുത്ത ചോദ്യം, ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമം കൈകാര്യം ചെയ്യുന്ന സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയും കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത രാജസ്ഥാനിലെ വിശാഖ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1997 സുപ്രീം കോടതി ബെഞ്ചിന് നേതൃത്വം നൽകിയതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേയധികം എക്സാംസിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേയധികം സുപ്രധാന വിധികൾ വന്ന കേസ് ഇതാണ്, അതേ ആസ്പദമായ കേസ് ഇതാണ്, അത് പുറപ്പെടുവിച്ച ബെഞ്ചിന്റെ നേതൃത്വം നൽകിയത് ആരാണെന്നുള്ള രീതിയിൽ കുറേയധികം ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ളതും കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പാസ്റ്റിലുള്ളതാണെങ്കിലും കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള വിധികളൊക്കെ വന്നിട്ടുള്ളതിന്റെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിരിക്കണം. ലൈക്ക് കേശവാനന്ദ ഭാരതി കേസ്, ആ ഒരു ജഡ്ജ്മെന്റ്, അതുപോലെ ഇപ്പൊ പറഞ്ഞ വിശാഖ കേസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശ്രീ ജസ്റ്റിസ് JS വർമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ്, കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പൊതുസേവനങ്ങളിലേക്ക് നിയമിക്കപ്പെട്ട വ്യക്തികളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? അപ്പോൾ ഈ ട്രൈബ്യൂണൽസ് വളരെയധികം ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഭാഗം 14A ആണ്. ഈ പറയുന്ന ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയാം. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. 1976 നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെന്റിലൂടെ കുറേയധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അതിലൂടെ വന്ന ഒരു കാര്യമാണ് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തു. അതുപോലെ തന്നെ 3 വേർഡ്സ് ചേർത്തു അല്ലെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ദെൻ 2ാമത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്
കൊണ്ടുവന്നതും ഇതിലാണ്. 42nd അമെന്റ്മെന്റിൽ വേറെയും ഉണ്ട് കാര്യങ്ങൾ, അത് ജസ്റ്റ് നോക്കണം. ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിൽ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും മനസ്സിലാക്കുക, പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ട് ഒരു പാർട്ടിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് അമെന്റഡ് എന്നാണ്. അതുകൊണ്ടാണ് പാർട്ട് 4A എന്ന് പറഞ്ഞ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 14A ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് വരുന്നു. അതിനോട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് 323A-യും 323B-യും. അപ്പോൾ എന്താണ് ഈ എയും ബിയും അല്ലെ? മിക്കവരും ശ്രദ്ധിച്ചു കാണില്ല, ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു പോവുള്ളൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുകാര്യങ്ങൾക്ക്, അതായത് നമുക്കറിയാം ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടാണ് കാറ്റ് സാറ്റ് എന്നൊക്കെ പറയുന്ന ട്രൈബ്യൂണൽസ് ആണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് അല്ലേ. അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്, സാറ്റ് ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്. അതായത് അവിടെ സർവീസിൽ ഇരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ തീർപ്പാക്കാനാണ് ഇത് വരുന്നത്. അപ്പോൾ എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, അതെന്താണെന്നാണ് 323A പറയുന്നത്. അപ്പോൾ പൊതുസേവന കാര്യങ്ങൾക്കായിട്ട് മാത്രമാണ് ഈ പറയുന്ന ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് 323A. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില സ്പെഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ, സ്പെഷ്യൽ സബ്ജക്ട്സ്, ഓക്കെ, ചില പ്രത്യേക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബ്യൂണലുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 323A എന്ന് പറയുന്നത് എന്താണ്? അത് ജനറലൈസ് ചെയ്ത് ആർട്ടിക്കിൾ 323A പൊതുസേവന കാര്യങ്ങൾക്കായിട്ട് മാത്രം ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് രൂപീകരിക്കാൻ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? പാർലമെന്റിനാണ് അതിന്റെ ഫുൾ ആ ഒരു റൈറ്റ്സ് ഉള്ളൂ. ഓക്കെ, അവർക്ക് പാർലമെന്റിനെ രൂപീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 323B പ്രകാരമുള്ള ആ ഒരു ആർട്ടിക്കിളിൽ എന്താണ് ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്നത്? അതായത് ചില പ്രത്യേക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 323B പറയുന്നത്. ഓക്കെ, അത് പ്രകാരം 323B പ്രകാരമുള്ള ട്രൈബ്യൂണലുകൾ ഒരേ സമയം പാർലമെന്റിനും സാധിക്കും സ്ഥാപിക്കാൻ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകൾക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനും എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപിക്കാൻ സാധിക്കും. ഓക്കെ, വിഷയം പാർലമെന്റുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് പാർലമെന്റിനും, നിയമസഭയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് നിയമസഭയുമായിരിക്കും എന്ത് ചെയ്യാം? സ്ഥാപിക്കാം. ഓക്കെ, അപ്പൊ ഈ 323B ഇപ്പോ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ സ്പെഷ്യൽ സബ്ജക്ട്സ്, മറ്റു വിഷയങ്ങൾ എന്നുള്ളത് ഇതാക്കുകയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞല്ലോ, പാർലമെന്റിനും ഒരേ സമയം സംസ്ഥാന നിയമസഭകൾക്കും അധികാരമുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് നികുതി, ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഭൂപരിഷ്കരണം, നികുതി, ഓക്കെ, ഭക്ഷ്യവിഭവങ്ങൾ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നഗരഭൂമി ഏറ്റെടുക്കൽ, അതൊക്കെ വെച്ചിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ 323A പ്രകാരം കേന്ദ്രത്തിന് ഒരു ട്രൈബ്യൂണലും സംസ്ഥാനങ്ങൾക്ക് ഓരോ ട്രൈബ്യൂണലും ഒന്നിലധികം സംസ്ഥാനങ്ങൾക്കായിട്ട് ജോയിന്റ് ട്രൈബ്യൂണലുകളും സ്ഥാപിക്കാവുന്നതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇവയ്ക്ക് ഒരു അധികാര ശ്രേണിയൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഏതാണ്, ആർട്ടിക്കിൾസ് ഏതാണ്, ഈ 2 ആർട്ടിക്കിൾസിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ, ഇതിന്റെ നിയമനം എങ്ങനെയാണ്? ഇപ്പോൾ കാറ്റ്, അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലൊക്കെ വരികയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് അംഗങ്ങളുടെ കാലാവധി, അപ്പോയിന്റ്മെന്റ് എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ സാറ്റിന്റെ ഇപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റിൽ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പഠിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഓരോ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ അതൊന്ന് എഴുതി വെച്ചും കൂടെ പോവാ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, വിവരാവകാശ നിയമം 2005 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? അത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതിലേക്ക് നയിച്ചാൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് നിരസിച്ചേക്കാം. ശരിയാണ്. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷെ നമ്മളോട് തെറ്റാ ചോദിച്ചിട്ടില്ലേ? അപ്പൊ ഒന്ന് എന്തായാലും പോയിട്ടോ, ഒന്ന് മാത്രം എന്നുള്ളതും പോയി, തെറ്റില്ല എന്നുള്ള ഒന്ന് മാത്രം പോയി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ ഒരു വ്യക്തിയുടെ ജീവന സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വിവരങ്ങൾക്കായുള്ള അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ശരിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL പൗരന്മാരെ നിയമത്തിന് കീഴിൽ വിവരങ്ങൾ തേടുമ്പോൾ അടിസ്ഥാന അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതും ശരിയാണ്. അപ്പൊ തെറ്റില്ല എന്നുള്ളതാണ് കറക്റ്റ്. ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് എന്തായാലും അതിന്റെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചു തന്നെ നോക്കിയിരിക്കണം. അത് A to Z കാര്യങ്ങൾ ഒന്നും തന്നെ വിടാനില്ല. സെക്ഷനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകൾ, ഇപ്പോൾ ഈ BPL പൗരന്മാർക്ക് എന്താണ് വിവരാവകാശ നിയമത്തിന് ഫീസ് ഇല്ല എന്നുള്ളതൊക്കെ പറയുന്ന സെക്ഷനുകൾ, അതിന്റെ ഓരോ സെക്ഷനും ഷെഡ്യൂളുകളും ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ നോക്കിയിരിക്കും. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2022-23 ഭൂവിനിയോഗ ഡാറ്റ പ്രകാരം കേരളത്തിലെ വനത്തിന് കീഴിലുള്ള വിസ്തൃതിയുടെ ശതമാനം, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇതിന്റെ ആൻസർ ഇപ്പൊ ഞാൻ പറയാം, 27.83%. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്നൊരു എക്സാമിന്റെ ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ ഈ ഡാറ്റ പ്രകാരം തന്നെ വരുള്ളൂ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്കീമാണ് കേട്ടോ. 2005 ഇനി പറയുന്നവയിൽ ഏതാണ് നിർബന്ധമാക്കുന്നത്? ആക്ച്വലി ഇതും പിന്നെ പറയുന്നതും ഡിലീറ്റഡ് ആയി പോയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. അപ്പൊ ഇതിന്റെ ഉത്തരം ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകാം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മഹാത്മാഗാന്ധി NREGS കീഴിൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. അത് ശരിയാണ് കേട്ടോ. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ പദ്ധതി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ വന്ന ഒരു സംഭവമില്ലേ, മസ്ദൂർ
കിസാൻ ശക്തി സംഘടന അതുവഴി തന്നെ വന്ന ആ ഒരു സംഘടനയുടെ പ്രവർത്തനം കാരണം വന്നൊരു നിയമമാണ് നമ്മളുടെ ഈ പറയുന്ന ഈ MGNREGA എന്ന് പറയുന്ന ആക്ട് വന്നതും അതിന്റെ ഒരു പ്രോഗ്രാം വന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ്. പിന്നെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകൾക്കും ഒരു സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് ജോലിയായി 200 ദിവസമല്ല 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധർക്ക് ജോലി നൽകുക എന്നുള്ളതാണ്. ഇത് തെറ്റായിട്ടുള്ളതാണ്. 100 എന്നുള്ളതാണ് കേട്ടോ വരിക, 200 അല്ല 100. പദ്ധതിയുടെ 100% നടപ്പാക്കൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ്. അത് ശരിയാണ്, ഗ്രാമപഞ്ചായത്ത് ലെവലിലാണ് ഇത് ചെയ്യുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത് ഇതിന്റെ ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഈ ഒരു ഇതിന്റെ വ്യവസ്ഥകളിലും അവകാശങ്ങളിലും വരുന്നതിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതിൽ APL BPL എന്നുള്ള വിവേചനമൊന്നും ഇതിലില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് 2005 ഈ ഒരു നിയമം പാസ്സാക്കിയതെങ്കിലും ഇത് നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ഡിലീറ്റഡ് ആയിട്ടുള്ളതാണ്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് പറയാം. ഈ കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ടിനെ കുറിച്ച് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം, ഞാനതിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാം. വാട്ടർ മെട്രോ പദ്ധതിയിൽ ഉപയോഗിക്കുന്ന ഡീസൽ ബോട്ടുകൾ നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ശരിയാണ്. വാട്ടർ മെട്രോ പദ്ധതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. അതും ശരിയാണ്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി 33,000 ദ്വീപുകാർക്ക് പ്രയോജനം ചെയ്യുന്ന 78 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൂട്ടുകളുടെ ശൃംഖലയിലൂടെ 10 ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. അതും ശരിയാണ്. പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം ഇൻഡോ ജർമ്മൻ സാമ്പത്തിക സഹകരണത്തിന് കീഴിൽ 85 ദശലക്ഷത്തിന്റെ ദീർഘകാല വായ്പാ കരാറിൽ ധനസഹായം നൽകുന്നു. ഇതും ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇത് വാട്ടർ മെട്രോ പ്രൊജക്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ഇവർ എടുത്തേക്കണേ. ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 2023 മെയ് 24 മുതൽ 26 വരെ കേരള സർക്കാർ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ലേബർ കോൺക്ലേവ് ഏത് സ്ഥലത്താണ് നടന്നത്? അത് തിരുവനന്തപുരമാണ്. തൊണ്ടയിൽ കാണപ്പെടുന്ന ആദാമിന്റെ ആപ്പിളിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? അത് ലാരിൻസ് ആണ്. ഓക്കെ, ദെൻ മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയകൾ സമന്വയിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ K ആണ്. നെക്സ്റ്റ്, ലീഷ്മാനിയാസിസിനുള്ള വെക്ടർ ഓർഗാനിസം ഏതാണ്? അത് സാൻഡ്ഫ്ലൈ ആണ്. കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ ലക്ഷ്യം അത് സർക്കാർ ആശുപത്രികളെ കൂടുതൽ രോഗി സൗഹൃദമാക്കുക എന്നുള്ളതാണ്. ആർദ്രം മിഷനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർദ്രം മിഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്രയും ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ തന്നെ കുറച്ചധികം ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക്, കാരണം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നോക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.